ഇവിടുന്ന് മുങ്ങി അങ്ങ് തിരുനെൽവേലിയിൽ പൊങ്ങിയ നിന്നെ പൊക്കാമെങ്കിൽ ഈ സിറ്റിന്ന് പൊക്കാനാണോ പാട്? പ്രസാദ് വീണ്ടും ആ പഴയ സ്റ്റേയിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. சார் நான் திருநெல்வேலியில இருந்து கூப்பிடுறேன். തിരുനെൽവേലിന്നോ? என்ன ஒன்றும் பண்ணிடாதீங்கோ. நான் சொல்றது சத்தியாக்கும். വാസു അവൻ രക്ഷപ്പെട്ടു. പോയി പിടിക്കാവനെ. വേഗം വേഗം ചെല്ലടാ. വിടരുതവനെ. വേഗം. ഇങ്ങോട്ട് വരാൻ വരാനല്ലേ പറഞ്ഞു. ഇതെന്തു പറ്റി? ഇവനെന്താ കിതയ്ക്കുന്നത്? ഓട്ട മത്സരത്തിൽ പോയിരുന്നോ? വാട്ട് ഹാപ്പൻ മൈ ബോയ്? ചുളുവിലൊന്ന് തടി തപ്പാൻ നോക്കിയല്ലേ? എന്നിട്ട് ഈ ദുഷ്ടന്മാര് സമ്മതിച്ചില്ലല്ലേ? അയ്യോ പാവം, കഷ്ടമായി പോയല്ലോ. സാരല്ല, ഐ ഷൽ ലെറ്റ് യു ഗോ. പൊയ്ക്കോ, പോയി രക്ഷപ്പെട്ടോ. പോകണ്ടേ? ഇവിടുന്ന് മുങ്ങി അങ്ങ് തിരുനെൽവേലിയിൽ പൊങ്ങിയ നിന്നെ പൊക്കാമെങ്കിൽ ഈ സിറ്റിന്ന് പൊക്കാനാണോ പാട്? ഇനിയൊന്ന് ഓടി നോക്ക്, ഓടി ഒളിച്ചു നോക്ക്. രക്ഷപ്പെടില്ലടാ മോനെ. ഇനി ഒരിക്കലും ഈ കൂട്ടിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ജീവപര്യന്തം നീ ഇവിടെയാ. കേട്ടോടാ പട്ടി. കൊണ്ടുപോയി പൂട്ടിയിറായി തെണ്ടിയെ. ഒന്നും കൊടുക്കരുത്. പട്ടിണിയുടെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് അവൻ അറിയട്ടെ. പ്രസാദ് വീണ്ടും ആ പഴയ സ്റ്റേയിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. താൻ ശ്രദ്ധിക്കാറില്ലേ? ചോദ്യങ്ങൾക്ക് പലതിനും മറുപടിയില്ല, മനസ്സിന് ഏകാഗ്രതയില്ല. എല്ലാം നോർമൽസിയിൽ എത്തിയതായിരുന്നു. അപ്പോഴാണ് പിന്നെയും പ്രസാദ് ഒരുപാട് ശുദ്ധനായിപ്പോയി. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ റാംമോഹന്റെ അഭിനയത്തിൽ വീണുപോകുമായിരുന്നു. നമ്മൾ പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തപ്പോഴും പ്രസാദ് ഒരല്പം പോലും അവനെ സംശയിച്ചില്ല.
എനിക്ക് തോന്നുന്നത് രേഖാമോഹൻ മാത്രമല്ല, പ്രസാദും അവൻ്റെ ലക്ഷ്യമായിരുന്നു എന്നാണ്. എന്താ സംശയം? അവസരം ഒത്തുവരാഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ പ്രസാദിനെയും അവൻ രേഖയുടെ പുറകെ അയച്ചേനെ. പക്ഷെ അതിനുമുമ്പ് അകത്തായില്ലേ? എന്തൊരു ജന്മമാണിത്! മനുഷ്യന് ഇത്രയേറെ പകയുണ്ടാവൂ? ഇവനൊക്കെ ആയുഷ്കാലം ജയിലിൽ കിടന്നാലും നന്നാവില്ല, വിഷം മുറ്റുകയുള്ളൂ. വാ, നമുക്ക് അങ്ങോട്ടില്ല. ഉം. എന്താ പ്രസാദ്, സുഖമില്ലേ? ഏയ് ഒന്നുമില്ല. ഉണ്ട്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ. ജോലിക്ക് വരാൻ പറ്റിയ മൂഡിലല്ല പ്രസാദ് ഇപ്പോൾ. നോ നമ്പൂതിരി, ഐ എം ഓൾ റൈറ്റ്. എന്ന് മറ്റുള്ളവർക്ക് തോന്നില്ലല്ലോ. പ്രസാദ് വീട്ടിൽ പോയി വിശ്രമിക്കേ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ രണ്ടുപേരില്ലേ? നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്രയൊന്നും. പ്ലീസ് പ്രസാദ്, പറയുന്ന കേൾക്ക്. ഈ വെയിലും ബഹളവും ഒന്നും വേണ്ട, പോയി വിശ്രമിക്കുക. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ. അതെ, ഞങ്ങൾക്ക് നിർബന്ധമാണ്. ശരി. യമുന, മല്ലിക സാമാനെല്ലാം തീന്തെടുത്ത് ഞാൻ കടവരയ്ക്കും പോയിട്ട് വരേ. സാധനങ്ങൾ വാങ്ങാൻ പണമുണ്ടോ ചേച്ചി? ഇരിക്ക്. ഞാൻ തരാം, എന്റെ കയ്യിൽ കാശുണ്ട്. വേണ്ട, എങ്കിട്ടേ ഇരിക്ക്. தேவையான கேட்டு வாங்கிக்கிறேன். വെങ്കടിയണ്ണൻ എങ്ങോട്ട് പോയി? உட்காந்து சமாதி ஆயிட கூடாதுன்னு நான் தான் கொஞ்சம் வெளியே போய் வர சொன்னேன். ஆ, கதவை தாப்பா போட்டுண்டு உள்ள போய் உட்காந்துக்கோ. யாரு கூப்பிட்டாலும் திறக்க வேண்டாம். ചേച്ചി വേഗം വരില്ലേ? சீக்கிரம் வந்துடுறே. வெளியே போனாலும் மனசு முழுசா இங்கத்தானே. கதவை சாத்திக்கோ. போயிட்டு வரேன். ஹலோ ഹലോ ஹலோ ഹലോ ഹു യു സ്പീക്കിംഗ്? நான் அலமேலு பேசுறேன். ആര്? அலமேலு. ഏതലമേലു? റോങ് നമ്പർ. சார், நான் திருநெல்வேலியில இருந்து கூப்பிடுறேன். തിരുനെൽവേലിന്നോ? പറയൂ, എന്താ കാര്യം? அந்த பேப்பர்ல வந்த அட்வர்டைஸ்மெண்ட் பார்த்தேன். ആ, പറയൂ. அந்த நடிகை யமுனா இங்க இருக்கு சார். എവിടെ? തിരുനെൽവേലിയിലോ? ஆமா சார். തിരുനെൽവേലിയിൽ എവിടെ? ஏன் வீட்ல? നിങ്ങളുടെ വീട് എവിടെയാ? നിങ്ങൾ ആരാ? நான் வெங்கடியோட வைஃப். വെങ്കിടിയോ? ആരാ അത്? என்னோட ஹஸ்பண்ட். ഛേ, അതല്ല ചോദിച്ചത്. നിങ്ങളുടെ താമസം എവിടെയാ? എവിടെയാ ഞങ്ങൾ വരേണ്ടത്? அப்படி சும்மா கை வீசி வந்தா காரு நடக்காது. நான் என்ன மடைன்னு நினைச்சீங்களா? அந்த அட்வர்டைஸ்மெண்ட்ல சொன்ன மாதிரி ₹1,00,000 കൊണ്ട് വന്നാதான் അവളെ കാട്ടി തരുവേൻ. ഓക്കേ, സമ്മതിച്ചു. 1,00,000 രൂപയും നിങ്ങൾക്ക് തരും. പണവും കൊണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. എവിടെയാ വരേണ്ടത്? കൃത്യമായ സ്ഥലം പറയൂ. திருநெல்வேலியில் வந்து
பெருமாள் கோயிலுன்னு கேளுங்க. அதுக்கு பக்கத்திலே தான் என் வீடு. அங்க வந்து விசாரிச்ச போதும். ശരി, ഞങ്ങളിതാ വരികയാണ്. சரி. 1,00,000 மறக்க கூடாது. சரி. யாரு? എന്താ പേര്? അലമേലു. ഞാൻ ഡാനിയൽ. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ஆமா. എവിടെ അവൾ? യമുന? யமுனையா? எந்த யமுனா? നീ നാടകം കളിക്കുന്നു. എവിടെ അവൾ? യമുന? உள்ள இருக்கு. നീ എന്നെ വിഡ്ഢിയാക്കുകയല്ലോ. എങ്കിൽ என்ன ஒண்ணும் பண்ணிடாதீங்கோ. நான் சொல்றது சத்தியாக்கும். அவள் எங்கேயும் போவலே. உள்ளத்தான் இருக்கு. நீங்க கேறு பாருங்க. ഫ്രെഡി, സർ. കേറി നോക്കടാ. വാ. നീ അവിടെ നിൽക്ക്, അവർ പോയി നോക്കിക്കോളും. പൊന്നുമോളിങ്ങി വന്നേ. കൂട് വിട്ട് പറന്നുപോയ കിളി, ഒരുപാട് നീ പറന്നു. ഇനി പറക്കണ്ട. ഇനി നിനക്ക് വിശ്രമം ഡാനിയലിന്റെ ആ പഴയ കൂട്ടിൽ. ഓക്കേ? വാ. അലമേലു അല്ലേ? എങ്ങനെയാ ഇവളിവിടെ വന്നത്? സത്യം പറയണം. അത് ആര് കൊണ്ടുവന്നു? അത് ആര് കൊണ്ടുവന്നു? ഏയ്, ആത്തക്കാരനോട് അണ്ണൻ രാമണ്ണൻ. രാമൻ, നമ്മ രാമൻ. ഇപ്പൊ എല്ലാം ക്ലിയർ ആച്ച്. നന്ദി. ഫ്രെഡി, ആ രൂപയും എടുക്ക. സഹായിച്ചവരെ ഡാനിയൽ മറക്കാറില്ല. വാക്കു പറഞ്ഞാൽ അത് തെറ്റിക്കുകയുമില്ല. 1,00,000. Come on. നടക്കടി അങ്ങോട്ടും. இது ஏது பணம்? எங்கிருந்து கிடைச்சது? ஆண்டவன் கொடுத்தா.
கடவுளே, என்னோட 40 சென்ட் தென்னந்தோப்பு அதை நான் வாங்குவேன். இந்த பணம் கொடுத்த யாருன்னு நீ சொல்லல. அது நீங்க தெரிஞ்சுக்க வேண்டாம். குடும்ப விஷயத்துல ஒரு அக்கறை இல்லாத ஆளுதானே. தேவையானது மட்டும் தெரிஞ்சா போதும். நில்லு. எவனா அங்க? நான் பார்க்கல. பாக்கலையா? பார்க்கலன்னு தானே சொன்னேன். நான் கடைக்கு போய் திரும்பி வரும்போது யமுனா எங்க இல்ல. கதவு திறந்து தான் கிடந்தது. கிளம்பி போயிருப்பான். அலமேலு, நீ என்ன சொல்ற? நீ என்னம்மா மறைக்கிற? ஓஹோ, அப்ப புத்தி இல்லாம சொல்லப்படாது. நீ ரொம்ப கெட்டிக்காரி தான், பாசம் உள்ளவள் தான். இந்த பணத்துக்காக நீ எல்லாரையும் ஏமாத்திட்ட, வஞ்சனை காட்டின, அப்படிதானே? நீங்க என்ன சொல்ற? உனக்கொன்னும் புரியல இல்லையா? இல்ல. அடடா, என்னவா நடிச்சேன். சொந்தம் குழந்தை போல ஆக்கும், கண்ணில கிருஷ்ணமணி போல பாப்பேன், அப்படி என்னெல்லாம். ஆமா, உண்மைதான். எனக்கு அந்த 40 சென்ட் தென்னந்தோப்பு வாங்கணும். அது வாங்கி தர உங்களால முடியாதே. அதனால நான் ஏன் வழி பார்த்தேன். அதுக்கு என்ன இப்போ? சண்டாளி, என்ன நீங்க என்ன அடிச்சுட்டாலே? நான் காட்டு தரேன். ആ വണ്ടി നിർത്തിക്കേ. സാർ, സാർ ഇവിടെ? ആ ഇതാണ് രാമ എന്റെ തലവര. അവളെ തപ്പി ഇറങ്ങിയതാ. ആ യമുനെ, ഈ തിരുനെൽവേലിയിൽ ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. എവിടെ? കുറെ പെട്രോൾ കത്തിയത് മാത്രം മെച്ചം. ഇവിടെ ഉണ്ടാവില്ലല്ലേ? നിനക്കെന്ത് തോന്നുന്നു? ഇല്ല സാർ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പിടികിട്ടിയേനെ. യെസ്, നീ പറഞ്ഞതാണ് ശരി. ഏതായാലും നീ കൂടി കേറ്. ഒരു ലാസ്റ്റ് സെർച്ച്. ഇതും കൂടി ഫ്ലോപ്പായാൽ ഇനി ഞാൻ തിരുനെൽവേലിക്കില്ല. കേറ് രാമ, വാ. എന്താ രാമ, ഈ ഇരിക്കുന്ന പരിചയമുണ്ടോ? ഇതാണ് സിനിമാ നടി യമുന. എൻ്റെ ബംഗ്ലാവിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ഒളിച്ചോടിപ്പോയി. ഈ തിരുനെൽവേലിയിൽ നിന്ന് അവളെ പിടികിട്ടിയത്. അത്ഭുതം അല്ലേ രാമ? മോളെ, മോളെങ്ങനെ? അലമേലു ചേച്ചി ചതിച്ചു രാമേട്ട. അലമേലു? അതെ, നിന്റെ അനിയന്റെ ഭാര്യ അലമേലു. തമിഴ് പത്രത്തിൽ പരസ്യം കൊടുത്തത് വെറുതെ ആണെന്ന് കരുതിയോ നീ? അലമേലു പരസ്യം കണ്ട് എന്നെ ഫോണിൽ വിളിച്ചു. ഈ സുന്ദരിക്കുട്ടി അവളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. പക്ഷേ അലമേലു, ഷീസ് വെരി ഷ്രൂഡ്. 1 ലക്ഷവും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് അവൾ ഫ്ലാറ്റായി പറഞ്ഞു. മിടുക്കിയാണവൾ. ഇവളെ കയ്യിൽ കിട്ടിയ ആ നിമിഷം തന്നെ ഞാൻ അലമേലുവിന് പ്രോമിസ് ചെയ്തിരുന്ന പണം കൊടുത്തു. 1 ലക്ഷം. 10 ലക്ഷത്തിന്റെ ഹെൽപ്പാ അവൾ എനിക്ക് ചെയ്തത്. എനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഏതോ ഒരു അലമേലു എന്നെ സഹായിച്ചു. 10-30 വർഷം എന്റെ ശമ്പളവും പറ്റി എന്റെ ചോറ് നിന്ന് കൊഴുത്ത് എന്റെ ബംഗ്ലാവിൽ സുഖിച്ചു കഴിഞ്ഞ നീയോ എന്നെ പിന്നിൽ നിന്ന് കുത്തി. അല്ല രാമ, അറിയാത്ത അലമേലുവിന് ഞാൻ സമ്മാനമായി പണം കൊടുത്തു എന്നെ സഹായിച്ചതിന്. നീ സഹായിച്ചില്ലേ എന്നെ? നിനക്കും വേണ്ടേ രാമ സമ്മാനം? വേണ്ടേ? കേറി രാമ വണ്ടിയിലെ.
നീ ഡാനിയലിനെ ചതിക്കുമല്ലോ. നിനക്കറിയാമോ ഈ സ്ഥലം? ഈ ഡാനിയൽ ഡിസൂസയുടെ മറ്റൊരു കൊട്ടാരം. ഒരുപാട് പൊട്ടിച്ചിരികൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്, ഒരുപാട് പൊട്ടിക്കരച്ചിലുകളും. ഡിയർ സൂപ്പർ ആക്ട്രസ്, വെൽക്കം. ഇറങ്ങ. സ്ഥലം വിടുമ്പോ സമയം എന്തായിരുന്നു? രാത്രിയോ പകലോ? ഓർമ്മയില്ലല്ലേ? സാരമില്ല. അല്ലെങ്കിലും അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല. കമോൺ ഡാർലിംഗ്, കമോൺ. എന്തിനാണ് കുറ്റിയിട്ടതെന്നറിയാമോ? വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാൽ പിന്നെയും നിനക്ക് ഓടിപ്പോകാൻ തോന്നിയാലോ? ഇനി പുറകെ ഓടാൻ എനിക്ക് വയ്യ. ഞാൻ നിന്നെ പോലെ എങ്ങൊന്നും അല്ല കുട്ടി. വയസ്സ് 55 കഴിഞ്ഞു, ഓൾഡ് മാനായി. അതുകൊണ്ടാണല്ലോ നീ ആ യുവരക്തത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്, അല്ലേ? ഞാനും ഒരു യുവാവാണ് എന്റെ പൊന്നുമോളെ. I don't blame you. യുവത്വത്തോട് തന്നെ ചേരണം. അതാണ് പ്രകൃതി നിയമം. പക്ഷെ ഒളിച്ചോടും മുമ്പ് ഒന്ന് പറയാമായിരുന്നു, ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. ഡാനിയൽ സാർ, നിങ്ങളുടെ കോൺക്യൂബൈനായിട്ടുള്ള ഈ ജീവിതം എനിക്കും അടുത്തു. ഞാനിതാ മനസ്സിന് പിടിച്ച ഒരു ചെറുപ്പക്കാരനുമായി സ്ഥലം വിടുന്നു. ഗുഡ് ബൈ. ഇത്രയും പറയാമായിരുന്നു, പറഞ്ഞില്ല. പോട്ടെ, സാരല്ല. യമുനയ്ക്ക് ദാഹിക്കുന്നുണ്ടോ? ദീർഘയാത്ര കഴിഞ്ഞു വന്നതല്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ദാഹമില്ലേ? വിശപ്പുമില്ലേ? ഇല്ല. ഓക്കേ. Why are you standing? ഇരിക്കൂ, ഇരിക്കൂ. എങ്ങനെയുണ്ടായിരുന്നു ഒളിവിലെ ജീവിതം?
ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഏത് കാലൊച്ച കേട്ടാലും മനസ്സ് പിടയ്ക്കും. ഡാനിയൽ. ഏത് വാഹനത്തിന്റെ ശബ്ദം കേട്ടാലും ഹാർട്ട് ബീറ്റ് കൂടും. ഡാനിയൽ, ഡാനിയൽ. അങ്ങനെയായിരുന്നില്ലേ? എല്ലാം നീ തന്നെ വരുത്തി വെച്ചതാ. എനിക്ക് ചിലപ്പോഴൊക്കെ, സമയമുള്ളപ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ താല്പര്യമുണ്ട്. ചിലപ്പോ ഓർമ്മകൾ ഞാൻ വളരെ വളരെ ബാക്കിൽ നിന്ന് തുടങ്ങും. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഓൺവേർഡ്സ്. കുടിച്ചു വന്ന് അമ്മയെ തല്ലുന്ന അപ്പൻ, ചിലപ്പോ കുറെ കൂടി ഇങ്ങോട്ട് വന്ന് അന്നാമ്മയുടെ അപ്പന്റെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ആ പയ്യൻ ഡാനിയൽ മുതൽ ഇങ്ങോട്ട്. ഞാൻ ആ കഥയൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ത്രില്ലിംഗ് സ്റ്റോറീസ് ആണ്. അന്നാമ്മയുടെ അപ്പന് എന്നോട് ദയവുണ്ടാവുന്നത്, എനിക്ക് അക്കൗണ്ടന്റിന്റെ പണി തരുന്നത്, അവിടുന്ന് വളർന്ന് ഞാൻ മാനേജർ ആവുന്നത്, അന്നാമ്മയെ സൂത്രത്തിൽ വളച്ചെടുത്ത് കല്യാണം കഴിക്കുന്നത്, ഒരു യാത്രയിൽ അടിമാലിയിൽ വച്ച് വിദഗ്ധമായി അന്നാമ്മയുടെ അപ്പനെ ജീപ്പടക്കം കൊക്കയിലേക്ക് തട്ടുന്നത്. ഞെട്ടിയോ? അന്ന് അന്നാമ്മയെ ഇതുപോലെ ഞെട്ടി. അടിമാലിയിൽ എത്രയോ ജീപ്പുകൾ മറിയുന്നു അല്ലേ? പഴയ സംഭവങ്ങൾ എനിക്കെന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഓർമ്മകൾ അതിന്റെ പലിശയും. എത്രയോ ഓർമ്മകൾ. പലിശ കയറി കയറി ഞാനിപ്പോ കോടീശ്വരനാണ് മോളെ. പലിശയുടെ കൂട്ടത്തിൽ നിന്റെ സംഭാവനയുണ്ട് കേട്ടോ. തെരുവ് നായ്ക്കൾ കടിച്ചു കീറി നാശമാക്കേണ്ടിയിരുന്ന ഒരു പാഴ് ജന്മം. അതിനെ തൂത്തു തുടച്ച് മിനുക്കി സെന്റും പൗഡറും പൂശി അതിന് പുതിയൊരു ജീവൻ നൽകി, അതിനെ താരമാക്കി. സിനിമാ താരം. ആ ലക്ഷ്യത്തിനു വേണ്ടി പണം വാരിയെറിഞ്ഞു. പക്ഷേ വലിയ ബുദ്ധിമാൻ ഒരു വലിയ സത്യം മറന്നുപോയി. നടി എന്നും നടിക്കുകയേ ഉള്ളൂ എന്ന സത്യം. അവളുടെ ചിരി അഭിനയമാണ്, വാക്കുകൾ അഭിനയമാണ്, അവളുടെ ലസ്റ്റ് പോലും അഭിനയമായിരിക്കും. അതുകൊണ്ടാണല്ലോ അവളെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചത്. അങ്ങാണെന്റെ എല്ലാം എന്ന് പറയുമ്പോ വീണുപോയത് അനുഭവങ്ങൾ, ഓർമ്മകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റും പലിശയും. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം, എല്ലാത്തരം അഭിനയവും കഴിഞ്ഞിരിക്കുന്നു. ഈ നിൽക്കുന്നവളാണ് യഥാർത്ഥ നീ. എന്റെ പണം കൊണ്ട് നേടാവുന്നതൊക്കെ നേടി എന്നെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചിട്ട് പോയ നീ. And at last you came back, darling. സിനിമ തീർന്നു എന്ന് വിചാരിക്കരുത്. സിനിമ ആരംഭിക്കുന്നതേ ഉള്ളൂ. The real cinema. Take rest.